ഹായ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ ഈ എപ്പിസോഡ് നിങ്ങൾ കാണാവുള്ളൂ, എങ്കിലേ കാര്യങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നാൽ അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് എങ്ങനെ കണ്ടെത്താം എന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡിഫൈൻഡ് ആസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. ഫൈൻഡ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ. ഈ ബൈനറി ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കണ്ടെത്തണം. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ, അല്ലെ? സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഐഡന്റിറ്റിയുടെ കണ്ടീഷൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അത് മനസ്സിലേക്ക് വരണം. എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് കിട്ടിയാൽ where E is called identity element for all A element of എന്താണ്? Q. ഇവിടെ Q ആണ് സെറ്റ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എ സ്റ്റാർ ഇ കാണുമ്പോൾ എ തന്നെ കിട്ടുകയാണെങ്കിൽ ഇ ഈസ് കോൾഡ് ഐഡന്റിറ്റി എലമെന്റ് ആൻഡ് ഈസ് ഈക്വൽ ടു തിരിച്ചുകൊണ്ട് എന്താണ്? ഇവിടെ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, തിരിച്ചെന്താണ്? ഇ സ്റ്റാർ എ ഈക്വൽ ടു എന്ത് കിട്ടണം? എ തന്നെ കിട്ടണം. എങ്കിലാണ് ഇ ഈസ് കോൾഡ് എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ഓക്കെ ആണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. എ സ്റ്റാർ ബി എ മൈനസ് ബി. അപ്പൊ എ സ്റ്റാർ ഇ എന്തായിരിക്കും? എ മൈനസ് ഇ ഈക്വൽ ടു എന്താണ്? എ പ്ലസ് എ ഇപ്പുറത്തെടുക്കുന്നു, മൈനസ് എ ഈക്വൽ ടു മൈനസ് ഇ അപ്പുറത്തെടുക്കുന്നു, ഇ. Therefore ഇ ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? 0. ഉടൻ തന്നെ 0 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് എഴുതരുത്. ഇനി മറ്റേ സൈഡിലൂടെ കാണാം. ഇത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. ഇത് തിരിച്ചെന്താണ്? ഇ സ്റ്റാർ എ ഈക്വൽ ടു ആൾസോ എന്താണ്? എ. ആ അസംഷൻ ഉപയോഗിച്ചും ഇയുടെ വാല്യൂ കണ്ടെത്തണം. ഇ സ്റ്റാർ എ എന്ത് വരും? എ സ്റ്റാർ ബി എ മൈനസ് ബി. അപ്പൊ ഇ സ്റ്റാർ എ എന്താണ്? ഇ മൈനസ് എ ഈക്വൽ ടു എ. ഇതിൽ നിന്ന് ഇയുടെ വാല്യൂ മൈനസ് എ അപ്പുറത്തും പ്ലസ് എയും എയും എന്ത് കിട്ടി? 2a. ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് 0 എന്ന് കിട്ടി. ഇവിടെ ഇ ഈക്വൽ ടു 2a. വേർ എ എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് ക്യൂ, റാഷണൽ നമ്പർ എന്തും ആകാം. ഞാൻ എക്ക് 1 കൊടുക്കുന്നു. 1 കൊടുത്താൽ ഇ ഇവിടെ എന്ത് കിട്ടി? 2. ഇവിടെ ഇ എന്ത് തന്നെയാണ്? 0. ഐഡന്റിറ്റി എലമെന്റ് 0 എന്നും കിട്ടി, 2 എന്നും കിട്ടി. ഐഡന്റിറ്റി എലമെന്റ് മസ്റ്റ് ബി യൂണീക്ക്. ഐഡന്റിറ്റി എലമെന്റ് ഒരൊറ്റ വാല്യൂ മാത്രമേ വരാവൂ, ഒന്നിൽ കൂടുതൽ വാല്യൂ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ആ റിസൾട്ട് വയലേറ്റ് ചെയ്യുന്നു. Therefore for this operation identity element doesn't exist. ഡീറ്റെയിലായിരുന്നു. ഐഡന്റിറ്റി എലമെന്റ് കണ്ടപ്പോൾ യൂണീക്ക് അല്ല എന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ എന്തെഴുതി? ഐഡന്റിറ്റി എലമെന്റ് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ഇ ഈക്വൽ ടു 0, അതേപോലെ ഇവിടെ ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് 0 എന്ന് എഴുതാമായിരുന്നു. ഇവിടെ അത് യൂണീക്ക് അല്ലാത്തത് കൊണ്ട് എന്താണ് ആൻസർ? ഐഡന്റിറ്റി എലമെന്റ് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 4. Find identity element of star. Also find inverse of the element A. Okay, identity element കാണുക. Identity element exist ചെയ്യുകയാണെങ്കിൽ find inverse of the element A. A എന്ന് പറയുന്ന എലമെന്റിന് ഇൻവേഴ്സ് കൂടെ കാണണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐഡന്റിറ്റി എലമെന്റ് കാണാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എന്താണ്? എ. ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ബി ബൈ 4 മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 4. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ഇ ബൈ എന്താണ്? 4 മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 4 ഈക്വൽ ടു എ. എ ഇ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a. എയും എയും ക്യാൻസൽ ചെയ്താൽ ഇ ഈക്വൽ ടു എന്ത് കിട്ടി? 4. ഉടൻ തന്നെ തീരുമാനത്തിൽ എത്താൻ പറ്റുമോ? ഇല്ല, തിരിച്ചു കാണണം. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, അതുപോലെ തിരിച്ചെന്താണ്? ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് അസ്യൂം ചെയ്യുക. വീണ്ടും എ സ്റ്റാർ ബി എ ബി ബൈ 4. അപ്പൊ ഇ സ്റ്റാർ എന്ത് വരും? ഇ എ ബൈ 4 ഈക്വൽ ടു എ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ എ ഈക്വൽ ടു 4a. എ ക്യാൻസൽ ചെയ്താൽ ഇ ഈക്വൽ ടു എന്ത് കിട്ടി? 4.
ഇവിടെയും ഐഡന്റിറ്റി എലമെന്റ് 4 എന്ന് കിട്ടി, ഇവിടെയും ഐഡന്റിറ്റി എലമെന്റ് 4, രണ്ടും യുണീക്ക് ആണെന്ന് കിട്ടി, ഒരൊറ്റ വാല്യൂ കിട്ടി. Therefore ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഫോർ ദിസ് ഓപ്പറേഷൻ ഈസ് എന്താണ്? 4. ഈ ബൈനറി ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 4 എന്ന കൺക്ലൂഷനിൽ നമുക്ക് എത്താം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഐഡന്റിറ്റി എലമെന്റിന്റെ അവസാന കൺക്ലൂഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. Therefore E equal to 4. ഈ ഐഡന്റിറ്റി എലമെന്റിന്റെ ഇൻവേഴ്സ് കാണണം. എന്താണ് ഈ ഓപ്പറേഷനിൽ? സോറി, ഐഡന്റിറ്റി എലമെന്റ് അല്ല, എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് കാണണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻവേഴ്സ് കാണാൻ വാട്ട് ഈസ് ദ കണ്ടീഷൻ? വി ഹാവ് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ കിട്ടിയാൽ, തിരിച്ചും ബി സ്റ്റാർ എ ചെയ്യുമ്പോഴും എന്ത് കിട്ടണം? ഇ കിട്ടിയാൽ ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ. എയുടെ ഇൻവേഴ്സ് എന്തെന്ന് പറയും? ബി എന്ന് പറയും. ഓക്കെ, അത് മനസ്സിരുന്നോട്ടെ. ഇനി ഞാൻ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന് കൊടുത്തു. എന്ത് കിട്ടും? എ സ്റ്റാർ ബി ഹിയർ, എ സ്റ്റാർ ബി എ ബി ബൈ 4 ഈക്വൽ ടു ഇ. എ ബി ഈക്വൽ ടു അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 4 ഇൻറ്റു ഇ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. 4 ഇൻറ്റു 4 16 എന്ന് കിട്ടും. എ ബി ഈക്വൽ ടു എന്താണ്? 16. ഇതിനകത്ത് നിന്ന് ബി ഈക്വൽ ടു എന്ത് കിട്ടും? 16 ബൈ എ. ബി ഈക്വൽ ടു 16 ബൈ എ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആണെങ്കിൽ വേർ ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ. അതായത് ബി ആണ് നമ്മൾ എന്ത് പറയുന്നത്? എയുടെ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 16 ബൈ എ. എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് എന്താണ്? ഹിയർ 16 ബൈ എ. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് 3 ഫോർ ദിസ് ഓപ്പറേഷൻ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും ആൻസർ? എയുടെ സ്ഥാനത്ത് 3 കൊടുത്താൽ മതി, 16 ബൈ 3. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് 9 ഫോർ ദിസ് ഓപ്പറേഷൻ എന്ന് ചോദിച്ചെങ്കിൽ എന്ത് മതിയായിരുന്നു ആൻസർ? 16 ബൈ 9. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവേഴ്സ് കാണുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ്. തിരിച്ച് ബി സ്റ്റാർ എഴുതിയാലും ഇതേപോലെ തന്നെ ആൻസർ കിട്ടും, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന് അസ്യൂം ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് ബിയുടെ വാല്യൂ ആണ്, ബി ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് എ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഐഡന്റിറ്റി എലമെന്റ് കാണാനുള്ളത് ചെയ്യാം. എഴുതിക്കോളൂ. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് a star b equal to a square plus b square. Find its identity element. That's the question. അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കാണണം? കണ്ടീഷൻ എഴുതാം. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റാർ ബി അല്ലേ, ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ പ്ലസ് സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് ടേം. അപ്പൊ എ സ്റ്റാർ ഇ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എ. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ഇ ആണ്. അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എ ഉണ്ട്, ഇത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് എന്ത് കിട്ടി? എ സ്ക്വയർ എന്ന് കിട്ടി. ശരിയല്ലേ? അതവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് തിരിച്ചുള്ളത് എടുക്കുക. ഇത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. അടുത്തെന്താണ്? ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് എടുക്കുക. ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എ. ഇ സ്ക്വയർ ഈക്വൽ ടു എ, ഇതപ്പുറത്ത് പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ. ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് എ മൈനസ് എ സ്ക്വയർ. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയും എന്ത് കിട്ടി? ഇ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് എ സ്ക്വയർ. ഇവിടെയും അത് തന്നെ കിട്ടി. യുണീക്ക് അല്ലേ? therefore this is the identity element എന്ന് നിങ്ങൾ പറയും. തെറ്റ്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഐഡന്റിറ്റി എലമെന്റ് യൂണിക് ആണെങ്കിൽ അതേപോലെ എഴുതാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ യുണീക്ക് ആണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റാഷണൽ നമ്പർ. എ ഈക്വൽ ടു ഞാൻ 4 എന്ന് കൊടുക്കുന്നു, അല്ലെ? വേണ്ട, ചെറിയ നമ്പർ കൊടുക്കാം. എന്താണ്? 2 കൊടുക്കാം. എ ഈക്വൽ ടു 2 കൊടുത്തു. ഇയുടെ വാല്യൂ എന്ത് കിട്ടും? എ 2 കൊടുത്താൽ ഇയുടെ വാല്യൂ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 മൈനസ് 2 സ്ക്വയർ. 2 മൈനസ് 4. 2 മൈനസ് 4 എന്ത് കിട്ടി? മൈനസ് 2. റൂട്ട് മൈനസ് 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണോ? നമ്മുടെ ആൻസർ എല്ലാം എന്തിലുണ്ടായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പറിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എ എടുത്താലും ബി എടുത്താലും ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയാലും എല്ലാം അതെവിടെ ഉണ്ടായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. ഇത് റാഷണൽ നമ്പർ ആണോ? ദിസ് ഈസ് എ കോംപ്ലക്സ് നമ്പർ വിച്ച് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ക്യൂ. അല്ലേ? അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് റാഷണൽ നമ്പർ അല്ല എന്ന് കിട്ടി. therefore ഐഡന്റിറ്റി എലമെന്റ് doesn't exist.
വേറൊരു കണ്ടീഷനാണ്. മനസ്സിലായോ? എന്താണ് ഇവിടെ ഒരേപോലെ കാഴ്ചയിൽ ഒരേപോലെയാണ്, പക്ഷെ വാല്യൂ കൊടുത്തപ്പോൾ എക്ക് നമ്മൾ ഒരു റാഷണൽ നമ്പർ കൊടുത്തപ്പോൾ കിട്ടിയ ഇയുടെ വാല്യൂ റാഷണൽ അല്ല. therefore ഐഡന്റിറ്റി എലമെന്റ് doesn't exist എന്ന് എഴുതണം. കിട്ടിയായിരുന്നോ? ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത നമ്മൾ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എഴുതിക്കോളൂ. ലെറ്റ് സ്റ്റാർ ബി an operation defined on the set A equal to 1, 2, 3, 4, 5 where A star B equal to minimum of A, B. ഇവിടെ ഒരു ഓപ്പറേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. A star B എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഓഫ് A, B. രണ്ട് നമ്പർ എടുത്താൽ അതിലെ മിനിമം എഴുതുക. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് 1, 2, 3, 4, 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് സ്റ്റാർ ഈസ് ബൈനറി. ഈ ഓപ്പറേഷൻ ബൈനറി ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ഈ ഓപ്പറേഷൻ? ഫൈൻഡ് ഇറ്റ്സ് ഐഡന്റിറ്റി എലമെന്റ്. ഈ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5 ഇതിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്താലും നമ്മുടെ സെറ്റിലെ തന്നെ എലമെന്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബൈനറി ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ ഈ സെറ്റിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും ഈ സെറ്റിൽ തന്നെ എലമെന്റ് കിട്ടിയാൽ ബൈനറി. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. 1, 1, 1, 2, 1, 3, 2, 3, 2, 4, 3, 4 അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പകരം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ടേബിൾ വരച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ സെറ്റിൽ എലമെന്റ്സ് എഴുതുക 1, 2, 3, 4, 5. അതേപോലെ താഴോട്ട് എഴുതുക 1, 2, 3, 4 then 5. ഇവിടെ എന്താണ് ഓപ്പറേഷൻ? സ്റ്റാർ. എന്താണ് നമ്മുടെ ഓപ്പറേഷൻ? A star B എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് A, B. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഒരു ടേബിൾ ഭംഗിയായിട്ട് വരയ്ക്കുക. ഓക്കെ, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും? 1 star 1 അല്ലേ? ഈ അണ്ടർ ദിസ് ഓപ്പറേഷൻ 1 star 1 അതാണ് ഇവിടെ എഴുതേണ്ടത്. 1 star 1 എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് 1, 1, 1, അതിലെ മിനിമം വാല്യൂ ഒരേപോലെ വന്നാൽ അത് തന്നെയാണ് മിനിമം 1. അടുത്ത് ഇവിടെ വരുന്നത് എന്താണ്? 1 star 2 ഒന്നിലും രണ്ടിലും മിനിമം വാല്യൂ അത് എത്രയാണ്? 1. അടുത്ത് 1 star 3 ഒന്നിലും മൂന്നിലും മിനിമം വാല്യൂ 1. 1 star 4 അത് എന്ത് തന്നെയാണ്? 1. 1 star 5 that is also 1. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് 2 star 1 രണ്ടിലെ ഒന്നിലെ മിനിമം വാല്യൂ 1. 2 star 2 ഒരേപോലെ വന്നാൽ ആ നമ്പർ. 2 star 3 2. 2 star 4 2. 2 star 5 2. സിമ്പിൾ. നെക്സ്റ്റ് 3 star 1 1. 3 star 2 2. 3 star 3 3. 3 star 4 3. 3 star 5 3. മിനിമം വാല്യൂ എഴുതുക, അത്രേ ഉള്ളൂ. 4 star 1 1. 4 star 2 2. 4 star 3 3. 4 star 4 4 star 5 4. മിനിമം വാല്യൂ എഴുതുക. 5 star 1 1. 5 star 2 5 star 3 5 star 4 5 star 5 5. കഴിഞ്ഞു. ഇത് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും ഞാൻ ഇതിനകത്ത് എഴുതി. ഇതിനകത്ത് എഴുതിയപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഇതിനകത്തിരിക്കുന്നത് അല്ലേ? ഈ ആൻസറിനകത്ത് 1, 2, 3, 4, 5 അല്ലാതെ ഒരു നമ്പർ ഉണ്ടോ? നോക്കി നോക്കടാ. 1, 2, 3, 4, 5 അത് മാത്രമല്ലേ ഉള്ളൂ. ക്ലിയർലി all the elements belongs to this set അല്ലേ? ഓപ്പറേഷൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എല്ലാം ഗിവൺ സെറ്റിലുള്ളത് തന്നെ. therefore it is a binary operation. ശരിയല്ലേ? ഓപ്പറേഷൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ എലമെന്റ്സ് എല്ലാം ഗിവൺ സെറ്റിലുള്ളത് തന്നെ. therefore it is a binary operation. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. രണ്ടാമത്തെ പാർട്ട്, ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? ഒരു ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ A star B equal to B star A for every element in the given set. A, B in the set അല്ലേ? അപ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. 1 star 2 അടുത്ത് 2 star 1 3 star 2 2 star 3 ഇങ്ങനെ എല്ലാം കാണണം. എല്ലാം ഈക്വൽ ആയിട്ട് കിട്ടണം അല്ലേ? അതും ഇവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വഴി ഞാൻ പറയാം. ഇങ്ങനെ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ, ടേബിൾ വന്നാലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ടേബിൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ റോയിലുള്ള എലമെന്റ്സും ഒന്നാമത്തെ കോളത്തിലെ എലമെന്റ്സും ഒരേപോലെ വരണം. 1 1 1 1 1 വന്നു. രണ്ടാമത്തെ റോയിലെ എലമെന്റും രണ്ടാമത്തെ കോളത്തിലെ എലമെന്റും ഒരുപോലെ വരണം. രണ്ടാമത്തെ റോയിൽ 1 2 2 1 ബാക്കിയെല്ലാം 2 2. അടുത്ത് രണ്ടാമത്തെ നോക്കി നോക്ക്, രണ്ടാമത്തെ കോളം നോക്കി നോക്ക് 1 ബാക്കിയെല്ലാം 2 2 2. ശരിയാണ്. അടുത്ത മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളവും ഒരുപോലെയാണോ എന്ന് നോക്കുക.
നാലാമത്തെ റോയും നാലാമത്തെ കോളവും ഒരുപോലെയാണ് നോക്കുക. അഞ്ചാമത്തെ റോയും അഞ്ചാമത്തെ കോളവും ഒരുപോലെയാണ് നോക്കുക. ഇതെല്ലാം ഒരുപോലെയാണെങ്കിൽ ക്ലിയർലി ദിസ് ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ശരിയല്ലേ? നോക്കി നോക്ക്. ഏതൊരു റോ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഏതൊരു റോയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും എന്താണ്? സെയിം ആണെങ്കിൽ നമ്മൾ ഈ ഓപ്പറേഷൻ എന്ത് പറയും? കമ്മ്യൂട്ടേറ്റീവ്. അഞ്ചാമത്തെ റോ എടുത്താൽ അഞ്ചാമത്തെ കോളവും അതേപോലെ വരണം. 1 2 3 4 5 അഞ്ചാമത്തെ കോളം, അഞ്ചാമത്തെ റോ 1 2 3 4 5 സെയിം ആയിട്ടൊന്നും ഇതെല്ലാ റോയ്ക്കും കോളത്തിനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഓപ്പറേഷൻ ഈസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇനി വേറെ ചിലർ പറയാറുണ്ട് ഈ മെയിൻ ഡയഗണൽ പിന്നെ മുകളിലുള്ള പോർഷനും താഴെയുള്ള പോർഷനും സിമെട്രിക് ആണെങ്കിൽ, മേളിലും താഴെയും ഒരേപോലെയാണ് എലമെന്റ്സ് വരുന്നതെങ്കിലും എന്ത് പറയും? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, മെയിൻ ഡയഗണലിന്റെ മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും സിമെട്രിക് ആണോ, ഒരുപോലെയാണോ എങ്കിൽ എന്താണ്? ക്ലിയർലി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അത് ഇവിടെ ഒരുപോലെയാണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയെങ്കിലും ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഫൈൻഡ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ. ഈ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? അതും ഇങ്ങനെ ടേബിൾ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഗിവൺ സെറ്റ് 1 2 3 4 5 അതാണ് ടോപ്പ് മോസ്റ്റ് റോയിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ടോപ്പ് മോസ്റ്റ് റോയിലെ എലമെന്റ്സ് അതുപോലെ ഏതെങ്കിലും ഒരു റോയിലോ ഏതെങ്കിലും ഒരു കോളത്തിലോ വരുന്നു എന്ന് നോക്കുക. ടോപ്പ് മോസ്റ്റ് റോയിലെ എലമെന്റ് എന്താണ്? 1 2 3 4 5 അത് ഏതെങ്കിലും റോയിൽ വരുന്നുണ്ടോ? 1 2 3 4 5 എവിടെയെങ്കിലും വരുന്നുണ്ടോ? ദാ വരുന്നു. 1 2 3 4 5 എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ഈ എലമെന്റിനെയാണ് എന്ത് പറയുന്നത്? ഐഡന്റിറ്റി എലമെന്റ്. സോ E = 5 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദിസ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയും 5. അതേപോലെ നമുക്ക് റോ തന്നെ നോക്കണം. കോളം ഏതെങ്കിലും ഒരു കോളത്തിൽ ഗിവൺ സെറ്റ് അതുപോലെ വരുമോ? നോക്കി നോക്കുക. 1 2 3 4 5 വരുന്നു എങ്കിൽ അത് ആദ്യത്തെ എലമെന്റ് 5 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെക്ക് ചെയ്താൽ മതി, രണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ട് രീതിയിൽ ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? 5 എന്ന് കിട്ടുന്നു. Therefore ഐഡന്റിറ്റി എലമെന്റ് ഈസ് 5. പറഞ്ഞ പിടികിട്ടിയായിരുന്നോ? ഒരിക്കൽ കൂടെ ഒന്ന് ചിന്തിക്കൂ, ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് സമാനമായ വേറൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെറ്റ് സ്റ്റാർ ബി ആൻ ഓപ്പറേഷൻ defined on the set A = 1 2 3 4 5 where A star B = HCF of A, B, highest common factor of A, B is star is binary. ഈ ഓപ്പറേഷൻ ബൈനറി ആണോ? Is star is commutative. Find its identity element. ഇതാണ് 3 ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതുപോലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്പറേഷൻ എന്താണ്? രണ്ട് നമ്പർ തന്നാൽ അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്താണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പോലെ ഗിവൺ സെറ്റ് 1 2 3 4 5 താഴെ 1 2 3 4 5 ടേബിൾ വെച്ച് ചെയ്യാൻ പോവുകയാണ്. ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് കിട്ടുന്ന എല്ലാ എലമെന്റ്സും 1 2 3 4 5 ആണെങ്കിൽ ദ ഗിവൺ ഓപ്പറേഷൻ ഈസ് ബൈനറി. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഗിവൺ സെറ്റിലെ എലമെന്റ്സ് മാത്രം കിട്ടുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ എന്തെന്ന് പറയും? ബൈനറി എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. 1 star 1 എന്ന് പറഞ്ഞാൽ HCF of 1, 1. നിങ്ങൾക്കറിയാം HCF of A, A ഒരേ നമ്പർ വന്നാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആ നമ്പർ തന്നെ. ഒരേ നമ്പർ ആണെങ്കിൽ സിമ്പിളി നിങ്ങൾ ചിന്തിക്കാറുള്ളൂ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആ നമ്പർ തന്നെ. HCF of A, B = 1 if A and B have no common factors. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത രണ്ട് നമ്പേഴ്സ് വന്നാൽ അതിന്റെ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. HCF of 5, 3 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1. രണ്ടിനും കോമൺ ഫാക്ടർ ഇല്ല. ഓക്കെ, നിങ്ങൾക്കറിയാം. അപ്പൊ തിരിച്ചു വരും. 1 star 1 ഒരേ നമ്പർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് തന്നെയാണ് 1 തന്നെയാണ്. 1 2 കോമൺ ഫാക്ടർ ഇല്ലാത്ത വ്യത്യസ്ത നമ്പർ, അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1. 1 3 1 1 4 1 1 5 1 അല്ലേ? കോമൺ ഫാക്ടർ ഇല്ലാത്ത രണ്ട് നമ്പർ വന്നാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കും. അടുത്ത 2 star 1 1 2 star 2 ഒരേ നമ്പർ വന്നാൽ ആ നമ്പർ തന്നെയാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2. 2 star 3 എന്ത് വരും? 2 3 കോമൺ ഫാക്ടർ ഇല്ല 1. 2 star 4 2 4 അല്ലേ? കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ചെയ്യണം. 2 ഇവിടെ 1 ഇവിടെ 2 അടുത്ത് ഇവിടെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HCF. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 2നും 4നും വരുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 2 ആണെന്ന് അറിയാം. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഹിയർ 2. 2 5 കോമൺ ഫാക്ടർ ഇല്ല. സോ ആൻസർ 1. 3 1 ഇനി ഞാൻ പെട്ടെന്ന് എഴുതാമല്ലോ. 3 1 1 3 2 1 3 3 ഒരേപോലെ അത് തന്നെ. 3 4 1 3 5 1
4 1 1 4 2 4നും 2നും എന്ത് തന്നെയാണ് 2 4 3 കോമൺ ഫാക്ടർ ഉണ്ടോ ഇല്ല 1 4 4 ഒരേ നമ്പർ ആ നമ്പർ 4 5 കോമൺ ഫാക്ടർ ഉണ്ടോ ഇല്ല 1 നെക്സ്റ്റ് 5 1 1 5 2 1 5 3 1 5 4 1 5 5 എന്താണ് 5 5 വരുമ്പോൾ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ 5. ഞാൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഇത്ര എലമെന്റ്സ് എനിക്ക് കിട്ടി. ഇതിനകത്ത് 1 2 3 4 5 അല്ലാതെ വേറൊരു നമ്പർ ഉണ്ടോ ഇല്ല. ക്ലിയർലി ദിസ് ഓപ്പറേഷൻ ഈസ് ബൈനറി. ഓക്കെ, ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞു എന്താണ്, ഒന്നാമത്തെ റോയിലെയും ഒന്നാമത്തെ കോളത്തിലെയും ഒരുപോലെയാണോ 1 1 1 1 1 1 1 ആണ്. രണ്ടാമത്തെ റോയിലെയും രണ്ടാമത്തെ കോളത്തിലെയും ഒരുപോലെയാണോ 1 2 1 2 1 1 2 1 2 1 ആണ്. മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളം ഒരുപോലെയാണോ നോക്കൂ. നാലാമത്തെ റോയും നാലാമത്തെ കോളം ഒരുപോലെയാണോ. അഞ്ചാമത്തെ റോയും അഞ്ചാമത്തെ കോളം ഒരുപോലെയാണോ ആണ്. Therefore clearly this operation is commutative. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ഡയഗണലിന്റെ മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും സിമെട്രിക് ആണോ നോക്കിയാലും മതി. But clearly it is commutative. ലാസ്റ്റ് പാർട്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ. എങ്ങനെയാണ് ഐഡന്റിറ്റി എലമെന്റ് കാണുന്നത്? നമ്മുടെ ഗിവൺ സെറ്റ് 1 2 3 4 5 ഏതെങ്കിലും റോയിലോ കോളത്തിലോ ഉണ്ടോ നോക്കണം. 1 2 3 4 5 ഉണ്ടോ 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 ഇല്ല. കോളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല. ഗിവൺ സെറ്റ് ഒരു റോയിലും ഒരു കോളത്തിലും വരുന്നില്ല. Therefore here identity element doesn't exist. പിടികിട്ടായിരുന്നോ? അപ്പോൾ ടേബിൾ തന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ ദ സെറ്റ് A equal to 1 2 3 4 5. അവിടെ ഞാനൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. A star B equal to LCM of A, B, least common multiple of A, B. ഈ സ്റ്റാർ ഈസ് ബൈനറി. ഈ ഓപ്പറേഷൻ ബൈനറി ആണോ അണ്ടർ ദിസ് സെറ്റ് അല്ലെ? ഈ സെറ്റിനെ ബേസ് ചെയ്ത് ഈ ഓപ്പറേഷൻ ബൈനറി ആണോ? ഞാൻ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ബൈനറി ആകണമെങ്കിൽ ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ എലമെന്റ്സും ഗിവൺ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഞാനിവിടെ 3 star 4 കാണുന്നു. ഇതിലെ രണ്ട് എലമെന്റ്സ് തമ്മിൽ ഞാൻ ഓപ്പറേഷൻ നടത്തുന്നു. 3 star 4 എന്ന് പറഞ്ഞാൽ LCM of 3, 4 അല്ലേ? 3ന്റെയും 4ന്റെയും LCM കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത രണ്ട് വ്യത്യസ്ത നമ്പർ വന്നാൽ LCM എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 3 into 4 that is 12. ഈ 12 ഈ സെറ്റിനകത്തുണ്ടോ? 12 is not an element of എന്താണ് A. Therefore clearly this operation is not binary. കിട്ടിയായിരുന്നോ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു ജനറൽ കേസ് ആണ്. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് A star B equal to LCM least common multiple of A, B. Show that star is commutative. Second part, find its identity element. ഇതിന്റെ ഐഡന്റിറ്റി എലമെന്റ് കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ബൈനറി ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പൊ പിന്നെ ബൈനറി ആണെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ 1 2 3 4 5 എന്ന ഫൈനൈറ്റ് സെറ്റ് ആയിരുന്നു. ഇവിടെ നാച്ചുറൽ നമ്പർ ആണ്. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ LCM എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും എന്ത് തന്നെ കിട്ടും? ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. ക്ലിയർലി ഇറ്റ് ഈസ് ബൈനറി. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കാണണം? B star A equal to A star B എന്ന് പറഞ്ഞാൽ LCM of A, B. അപ്പൊ B star A എന്ത് വരും? LCM of B, A equal to 5ന്റെയും 3ന്റെ LCM കണ്ടാലും തിരിച്ച് 3ന്റെയും 5ന്റെ LCM കണ്ടാലും സെയിം തന്നെയാണ്. അതുകൊണ്ട് LCM of B, A, B എന്ന് വേണമെങ്കിൽ എഴുതാം. equal to LCM of A, B എന്ന് A star B അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? LCM of A, B യെ A star B എന്ന് എഴുതാം. Clearly A star B equal to എന്ത് കിട്ടി? B star A. Therefore this operation is commutative. ഇതേപോലെ ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. അത് നിങ്ങൾക്ക് വിടുന്നു. റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ്. എങ്ങനെയാണ് ഐഡന്റിറ്റി എലമെന്റ് കാണുന്നത്? ലെറ്റ് A star E equal to എന്താണ്? A equal to E star A. ഇതല്ലേ അസംഷൻ? അതിൽ ആദ്യത്തെ എടുക്കുന്നു A star E equal to A എന്ന് പറഞ്ഞാൽ A star E എന്ന് പറഞ്ഞാൽ എന്താണ്? A star B LCM of A, B. അപ്പൊ A star E എനിക്ക് എങ്ങനെ എഴുതാം? LCM of A, E equal to എന്താണ്? A.
ശരിയല്ലേ? ആ ഫസ്റ്റ് പാർട്ട് എടുത്തു. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ എൽസിയം ഓഫ് എ കോമ ഇ ഈക്വൽ ടു എ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എയും ഇയും തമ്മിൽ എൽസിയം എടുക്കുമ്പോൾ എ തന്നെ കിട്ടണം. എങ്കിൽ ഇ എന്തായിരിക്കണം? നമുക്കറിയാം LCM ഓഫ് എ കോമ 1 എന്ന് പറഞ്ഞാൽ എയുടെയും 1ന്റെയും എൽസിയം എടുത്താൽ എപ്പോഴും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? എ കിട്ടത്തുള്ളൂ. 5ന്റെ 1ന്റെ എൽസിയം 5, 10ന്റെ 1ന്റെ എൽസിയം 10. എയും 1ഉം എൽസിയം എടുത്താൽ എന്ത് കിട്ടും? എ കിട്ടും. അപ്പോൾ എൽസിയം ഓഫ് എ കോമ ഇ ഈക്വൽ ടു എ കിട്ടണമെങ്കിൽ ഇ മസ്റ്റ് ബി എന്താണ്? 1. ഐഡന്റിറ്റി എലമെന്റ് എന്താകണം? 1 ആകണം. സോ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദിസ് ഓപ്പറേഷൻ ഈസ് എന്താണ്? 1. ഓക്കെ, സിമ്പിൾ ആണ്. തിരിച്ചെടുത്താലും ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. അതേപോലെ ഈ ഓപ്പറേഷനിൽ ഒരേ ഒരു എലമെന്റ് മാത്രമേ ഇൻവെർട്ടിബിൾ ആകത്തുള്ളൂ. അതേത് എലമെന്റ് ആണ്? 1. 1 എന്ന് പറയുന്ന എലമെന്റിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. വേറെ ഒരു എലമെന്റിനും ഇൻവേഴ്സ് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ചിന്തിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെറ്റ് എ ഈക്വൽ ടു n ക്രോസ് n. Consider a binary operation defined on this set as ordered pair AB star ordered pair CD equal to A plus C, comma B plus D. Show that star is commutative. Also find its identity element. ഈ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കാണുക. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ പ്രോബ്ലം. ഇതുവരെ നമ്മൾ ചെയ്ത എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരുന്നു? ഒന്നുകിൽ 1 2 3 4 5, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റാഷണൽ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, ഇങ്ങനത്തെ ആയിരുന്നു. ഇവിടെ പക്ഷേ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? n ക്രോസ് n, ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ എലമെന്റ് 1 2 3 എന്നൊക്കെ എടുക്കുന്നതിന് പകരം ഇവിടെ എലമെന്റ് എന്ത് വരും? എക്ക് പകരം ഓർഡേർഡ് പെയർ എ ബി, ബിക്ക് പകരം ഓർഡേർഡ് പെയർ സി ഡി. എ ബി എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്ത് വരും? എലമെന്റ്സ് ഓർഡേർഡ് പെയർസ് വരും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഓപ്പറേഷൻ എ സ്റ്റാർ ബി എന്ന് ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് ഇവിടെ എന്ത് വന്നു? എയുടെ പ്ലേസിൽ ഓർഡേർഡ് പെയർ എ ബി, സ്റ്റാർ ബിയുടെ പ്ലേസിൽ ഓർഡേർഡ് പെയർ സി ഡി. ഇനി ഈക്വൽ ടു ഇവിടെ ഓപ്പറേഷൻ എന്താ പറയുന്നത്? ഇവിടെയും ആൻസർ എന്തിനായിരിക്കും? ഒരു ഓർഡേർഡ് പെയർ. കാരണം നമ്മുടെ ആൻസർ എല്ലാം n ക്രോസ് n എലമെന്റ്സ് ആയിരിക്കണം. അതുകൊണ്ട് ഓർഡേർഡ് പെയർ ആയിരിക്കണം. ആ ഓർഡേർഡ് പെയറിലെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? സം ഓഫ് എക്സ് കോർഡിനേറ്റ്സ് ഇവ തമ്മിൽ ആഡ് ചെയ്യുക. y കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? സം ഓഫ് y കോർഡിനേറ്റ്സ് b plus d. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം ഇത് അതുപോലെ എഴുതുക. എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു എഴുതി. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ എ സ്റ്റാർ ബി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ബി സ്റ്റാറെ കാണണം. അപ്പൊ ഇവിടെ തിരിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? സി ഡി സ്റ്റാർ, സി ഡി സ്റ്റാർ തിരിച്ച് എ ബി, വ്യത്യാസം പിടിയിട്ട് കാണും. ഈക്വൽ ടു എന്താണ്? എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, സി പ്ലസ് എ, കോമ അടുത്ത y കോർഡിനേറ്റ് ആഡ് ചെയ്യുക, ഡി പ്ലസ് ഡി, ഈക്വൽ ടു സി പ്ലസ് എ എന്ന് പറഞ്ഞാൽ ക്ലിയർലി എന്ത് തന്നെയാണ്? എ പ്ലസ് സി തന്നെയാണ്, കോമ ഡി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബി പ്ലസ് ഡി തന്നെയാണ്, ഈക്വൽ ടു എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. എങ്ങനെ? എ ബി സ്റ്റാർ എന്തെന്ന് എഴുതാം? സി ഡി എന്ന് എഴുതാം. എനിക്ക് എന്ത് കിട്ടി? എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു തിരിച്ച് സി ഡി സ്റ്റാർ എ ബി. therefore സ്റ്റാർ ഈസ് എന്ത് കിട്ടി? കമ്മ്യൂട്ടേറ്റീവ് എന്ന് കിട്ടി. therefore സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് കിട്ടി. ഓക്കെ, നോക്കൂ. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്നും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിന്റെ ഐഡന്റിറ്റി എലമെന്റ് കാണുക, അല്ലെ? സാധാരണ ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ എന്താ എടുക്കുന്നത്? ഇ എന്നെടുക്കും, അല്ലെ? ആ ഇ എന്ന് പറയുന്നത് ഗിവൺ സെറ്റ് എന്താണ്? റാഷണൽ ആണെങ്കിൽ റാഷണൽ നമ്പർ എന്നെടുക്കും, നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇ എന്താണ്? നാച്ചുറൽ നമ്പർ എന്നെടുക്കും. ഇവിടെ ഞാൻ ഒരു ഐഡന്റിറ്റി എലമെന്റ് എടുക്കുന്നു. അത് എങ്ങനെ എടുക്കണം? ഐഡന്റിറ്റി എലമെന്റ് എവിടത്തെ ആയിരിക്കും? n ക്രോസ് n എലമെന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ആൻ ഓർഡേർഡ് പെയർ. ഞാൻ ചൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കണം? ഒരു ഓർഡേർഡ് പെയർ. അപ്പോൾ ലെറ്റ് E1, E2 ഓർഡേർഡ് പെയർ ആകുമ്പോൾ 2 ഇ വേണ്ടേ? അത് E1 E2 എടുത്തു. എലമെന്റ് ഓഫ് എന്താണ്? n ക്രോസ് n. n ക്രോസ് n ഒരു എലമെന്റ് ആണ് E1 E2 എന്ന് എടുത്തു. ഇത് ഐഡന്റിറ്റി എലമെന്റ് ആകണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഐഡന്റിറ്റി എലമെന്റ് കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എന്ത് കിട്ടണം? എ കിട്ടണം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ. ഐഡന്റിറ്റി എലമെന്റ് ഞാൻ എന്താ ചൂസ് ചെയ്തേ? E1, E2 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടണം? എ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഓർഡേർഡ് പെയർ എ ബി. കിട്ടിയായിരുന്നു.
ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. എ പ്ലസ് E1 കോമ y കോർഡിനേറ്റ് ആഡ് ചെയ്യുക. ബി പ്ലസ് E2 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എ കോമ ബി. ഇതൊരു ഓർഡേർഡ് പെയർ, ഇത് വേറൊരു ഓർഡേർഡ് പെയർ. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എ പ്ലസ് E1 ഈക്വൽ ടു ഇത് ഈക്വൽ ടു എ ആൻഡ് സിമിലർലി ബി പ്ലസ് E2 ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ട് y കോർഡിനേറ്റ് ബി. എ ക്യാൻസൽ ചെയ്തു. E1 ഈക്വൽ ടു 0. E2 ഈക്വൽ ടു എന്ത് കിട്ടും? ബിയും ക്യാൻസൽ ചെയ്താൽ 0. Therefore E1, E2 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ്? E1 എന്ന് പറഞ്ഞാൽ 0, E2 0. 0, 0 is the identity element എന്ന് കിട്ടി. E1, E2 is the identity element എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പൊ E1 0, E2 0. അപ്പൊ 0, 0 is the identity element എന്ന് കിട്ടി. പക്ഷേ ഒരു വിഷയമുണ്ട്. ഈ കിട്ടുന്ന എലമെന്റ് എല്ലാം എവിടെ ഉണ്ടായിരിക്കണം? n ക്രോസ് n. നാച്ചുറൽ നമ്പർ ക്രോസ് നാച്ചുറൽ നമ്പർ. n ക്രോസ് n ൽ 0, 0 വരുമോ? ഒരിക്കലും വരില്ല. നാച്ചുറൽ നമ്പർ 1 2 3 4 5 അല്ലേ? അവിടെ 0 എന്ന നമ്പർ വരുമോ? ഇല്ല. സോ 0, 0 നോട്ട് ആൻ എലമെന്റ് ഓഫ് n ക്രോസ് n. n ക്രോസ് n ൽ ഇവൻ ഇല്ല. Therefore ഐഡന്റിറ്റി എലമെന്റ് doesn't exist. ഈ ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ചെറിയ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഴുതിക്കോളൂ. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് n എലമെന്റ്സ്. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ എ എന്നൊരു സെറ്റ് എടുക്കുന്നു. അതിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാണ്? n എന്നെടുത്തു. ഓക്കെ, നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫങ്ഷൻസ് ആയിരിക്കും ബൈനറി ഓപ്പറേഷൻസ്. ഇനി എ എന്ന് പറയുന്ന സെറ്റിൽ n എലമെന്റ് ഉണ്ട് എങ്കിൽ എ ക്രോസ് എയിൽ എത്ര എലമെന്റ് കാണും? എയിൽ n, ഇതിൽ n. n ഇൻറ്റു n. n ഇൻറ്റു n എത്രയാണ്? n സ്ക്വയർ. എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? n. നമുക്കറിയാം ഒരു ബൈനറി ഓപ്പറേഷൻ എന്താണ്? എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. മൊത്തം എത്ര ഫംഗ്ഷൻ കണ്ടെത്താൻ പറ്റും എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ കാണുന്ന ഫോർമുല രണ്ടാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം റൈസ് ടു ആദ്യത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം, ദാറ്റ് ഈസ് n സ്ക്വയർ. ഇതായിരിക്കും എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ. അത് തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ. സോ എ എന്ന സെറ്റിൽ n എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ ഈസ് n റൈസ് ടു n സ്ക്വയർ. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 4 2 എലമെന്റ് ഉണ്ട്. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ. നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് എന്തായിരിക്കും? നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ടു 2 എലമെന്റ് ഉണ്ട്. സോ n എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു n സ്ക്വയർ 2 സ്ക്വയർ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, അതിലേക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രം ജസ്റ്റ് നോക്കുക. ബൈനറി ഓപ്പറേഷൻസ് എന്ന പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ 9 എപ്പിസോഡായിട്ടാണ് ഞാൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്റർ വളരെ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ 9 എപ്പിസോഡും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ ഊർജം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.